Hey guys, welcome back to my YouTube channel. It's me Achus. അപ്പോൾ ഗൈസ് ഇന്ന് മെയ് 26 എൻ്റെ +2 പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോവാണ് ഗൈസ്. സോ എന്തായാലും ടൈം ആയിട്ടുണ്ട്, 3 o'clock കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ന്യൂസിൽ റിസൾട്ട് പ്രഖ്യാപനം നടക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് 10th +1 നോക്കുമ്പോൾ +2 കുറച്ചും കൂടി എനിക്ക് എന്തോ ഒരു മനസ്സിൽ കോൺഫിഡൻസ് കുറവുണ്ട്. ആൻഡ് ഓൾസോ കുറച്ചധികം ടെൻഷൻ ഉണ്ട് ഗൈസ്. 10th ആയാലും +1 ആയാലും അങ്ങനെ ആയിരുന്നില്ല, അത്രയ്ക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ കുറച്ചധികം കോൺഫിഡൻസ് കുറവുണ്ട്. എസ്പെഷ്യലി മാത്സ് നല്ല ടഫായിരുന്നു. സോ നല്ല പേടിയുണ്ടായിരുന്നു എങ്ങനെയാണ് റിസൾട്ട്. ഇത് എന്ത് വന്നാലും നമ്മളങ്ങനെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ എടുക്കുക ഗൈസ്, ഒന്നുമില്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് യാതൊരുവിധ കുറവില്ല, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താ പറയാനുള്ളത്? അത്യാവശ്യം നല്ല റിസൾട്ടാണെന്ന് വിചാരിക്കുന്നു. പിന്നിപ്പോ എന്താ, ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായി. മൂല്യനിർണയ ക്യാമ്പുകളുടെ ഞാൻ നോക്കിക്കോളാം, നോക്കണ്ട. ഹാരി പോട്ടർ HSS റിപ്പോർട്ടർ. കിട്ടി ഗായ്സ്, കിട്ടി. 25,200 അയ്യോ. ഡേറ്റ് ആദ്യം 03 ഇടുന്നത് 3 ഇട്ടാ ആദ്യം. എന്തിനപ്പോ തന്നെ വേണ്ട വന്നു. ഇത്ര പെട്ടെന്ന് തന്നെ 2, 3, 4, 5 ഞാൻ അച്ഛനെ വിളിച്ചു പറയാം. ആദ്യം ഷെയർ ചെയ്തോ? അച്ഛനെ വിളിച്ച് നമുക്ക് പ്രാങ്ക് ചെയ്യാം. അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറയും 4 പ്ലസ് എന്ത്. ഞാൻ പറയൂ ആണ് വിളിച്ചു പറഞ്ഞോളെങ്കിൽ മിണ്ടാതിരിക്കി. അതിനെ വിളിക്കണേ, മിണ്ടായിരിക്കി. നിങ്ങൾ തൊള്ളടിക്കുന്നുണ്ട്, മിണ്ടാതിരുന്നോളാം. ഞാൻ പറഞ്ഞോണ്ട് എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം. ഹലോ, റിസൾട്ട് വന്നു. 4 പ്ലസും 2 അത് ഇംഗ്ലീഷും മാത്സും. വെറുതെ പറഞ്ഞതാ. ഫുൾ എ പ്ലസ് ഉണ്ട്. ഉണ്ട്, ഞാൻ അയച്ചരാ. എനിക്ക് വേഗം കിട്ടി, ഞാൻ വെറുതെ പറഞ്ഞതാ. 4 പ്ലസ് 2 എന്നും. ഫുൾ എ പ്ലസ് ശരിക്കുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചെന്നുണ്ട്.
നോക്കട്ടെ എത്ര മാർക്കുണ്ട് ടോട്ടൽ? മാത്സില് 194 ടോട്ടല്. ശരിക്കത്തെ എന്താ, ശരിക്കത്തെ ഇങ്ങനെ നോക്കുമ്പോ സെക്കൻഡ് ഇയർസ് നോക്കുമ്പോ മാത്സ് ടോട്ടൽ. ഹലോ, എത്ര ഉണ്ടാവും? ഫുൾ എ പ്ലസ് ഉണ്ട്. വല്യമ്മ നിന്റെ +2 റിസൾട്ട് അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞിരിക്കാൻ. ഫുൾ എ പ്ലസ് ഉണ്ട്. താങ്ക് യു. റിസൾട്ട് അറിഞ്ഞു, ഫുൾ എ പ്ലസ് ഉണ്ട്. ഇനി നമുക്ക് വലിയമ്മമാരത്തൊക്കെ പറഞ്ഞിട്ട് പറയാം. അങ്ങനെ ആദ്യം വെല്ലിച്ചന്റെ വക നമുക്ക് മിഠായി കിട്ടി. വെല്ലിച്ച അവിടെ നിന്ന് മിഠായി തന്നു. കഴിച്ചിട്ടാണ് മിഠായി. അങ്ങനെ കഴിച്ച് റിസൾട്ടൊക്കെ വന്നു, ഫുൾ എ പ്ലസ് ഉണ്ട്. ഇനി നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം എന്താ അഭിപ്രായം എന്ന്. എന്താ പറയാള്? സന്തോഷം. ടെൻഷൻ മാറിയോ? ടെൻഷൻ മാറി. ഇങ്ങനെ അതിനത്ര ഫുൾ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5A+ വരെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാത്സ് ഇത്തിരി ടഫാണ് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ റിസൾട്ടൊക്കെ വന്നു, കണ്ടിട്ടുണ്ടാവും. ഫുൾ എ പ്ലസ് ഉണ്ട്. എന്തൊരു 10 വട്ടമായി തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് വെച്ചൊരു 4+, 2 A ഗ്രേഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. കാരണം +1 ഇംഗ്ലീഷിലെ A ഗ്രേഡ് ആയിരുന്നു ഗൈസ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കത് A+ ആയി മാറിയിട്ടുണ്ട്. പിന്നെ വേറെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 80ൽ 78 ഉണ്ട് ഗൈസ്. 2 മാർക്കേ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉണ്ട് ഗൈസ്. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ മാത്സ് നല്ല ടഫായിരുന്നു. മാത്സും പോയി എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ മാത്സും ഓക്കെയാണ് ഗൈസ്. 60ൽ 54 മാർക്സ് ഉണ്ട്. അപ്പം അതും ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. കാണിച്ചു തരാം. ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം കുഴപ്പമില്ല. എന്നത്തെ പോലെ തന്നെ ഉറങ്ങായിരുന്നു. ഹലോ, എന്ത് ഹലോ? ഇന്നെന്താ അവിടെ ഉണ്ടായി? കേക്ക് മുറിക്കുക. ചോക്ലേറ്റ് കേക്ക്. ആരുടെ കേക്ക് മുറിച്ച്? അറിയില്ല. ഇവിടെ എന്താ കേക്ക് മുറിക്കുക. അച്ചു +2 ഫുൾ A+ മേടിച്ചു. അതിൻ്റെ കേക്ക് മുറിച്ചു. ഞങ്ങൾ കേക്ക് തിന്നു, ലഡു മിഠായി ഒക്കെ കഴിച്ചു. ഇനി അടുത്ത പോലെ അടിപൊളിയായിട്ട് വേറെ വരട്ടെ. അതേപോലെ ഓരോ സംഗതികൾ. ഓക്കെ. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇവിടെ കേക്ക് മുറിച്ചു, മിഠായി, പിന്നെ ലഡു എല്ലാം വിതരണം ചെയ്തു. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും വന്നിരുന്നു. 4+, 2 എന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്താ തോന്നി? അപ്പൊ എനിക്ക് അങ്ങോട്ട് കീഴ്പ്പെട്ടു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞപ്പോ എനിക്ക് തോന്നി അത് നുണയാണെന്ന്. പിന്നെ ഞാൻ കുറെ തപ്പി നോക്കി, പക്ഷെ എനിക്ക് അതിൽ ഗ്രേഡ് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ തോന്നി. അപ്പൊ ഞാൻ കുറെ തപ്പിയൊക്കെ എനിക്ക് കിട്ടിയില്ല. A+ ആണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് തോന്നി. നീ പറഞ്ഞത് ഞാൻ കുറെ തപ്പി നോക്കി, അപ്പൊ എനിക്ക് കിട്ടില്ല. പിന്നെ നീ അയച്ചു തന്നപ്പോഴാണ് ക്ലിയർ ആയത്. പിന്നെ ഞാൻ അതിൽ തപ്പി നോക്കിയപ്പോ അതിൽ സൈഡിൽ കണ്ടു എല്ലാം ഓക്കെയാണ്. അപ്പൊ എനിക്ക് കണ്ടപ്പോ വന്നിട്ട് ഒരു ഉമ്മ തരാൻ തോന്നിയതാണ്. ദൂരായി പോയില്ലേ പണിപാട്. പക്ഷെ എന്നാലും ഞാന് ആശ്ലേഷിച്ചു. പറഞ്ഞത് വാങ്ങിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഇനി ഇതിലും മുന്നോട്ട് ഇതിൽ പോകണം എന്നുള്ള നിലയിൽ പഠിക്കാം. മനസ്സിലായോ? ഒരു ലക്ഷ്യം വേണം. വെറുതെ അങ്ങോട്ട് ഞഞ്ഞിഞ്ഞ് പറഞ്ഞിരുന്നത് കാര്യമില്ല. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക. അത്രയ്ക്ക് പറയാനുള്ളൂ. വേറെ പറയാം.
അപ്പോൾ ഗൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നല്ല സന്തോഷകരമായി അവസാനിച്ചിരിക്കുകയാണ്. ഞാനിതിൻ്റെ കൺക്ലൂഷൻ രണ്ടാമത്തെ തൊട്ടാണ് എടുക്കുന്നത് തോന്നുന്നു. ഒരു വട്ടം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഇപ്പോഴാണ് കൺക്ലൂഷൻ ആയത് ഗൈസ്. കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതുണ്ടാവും എനിക്ക് തോന്നിയിരുന്നു മിക്കവാറും. ആൻഡ് കേക്ക് കട്ട് ചെയ്തു ഗൈസ്, ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അതിപ്പോൾ എന്ത് റിസൾട്ട് കിട്ടിയാലും ഹാപ്പി തന്നെയാണ്, പക്ഷേ അതിലുപരി ഇങ്ങനെ കുറച്ചും കൂടി കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഹാപ്പി മൊമെന്റ് തന്നെയായിരുന്നല്ലോ ഗൈസ്. ഇന്നത്തെ ഒരു മൊമെന്റ് ഹാപ്പി ആയിരുന്നു, ഫാമിലി ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവരും ഇല്ല ഇവിടെ ഗൈസ്, പക്ഷെ നമ്മൾ നമ്മുടെ അടുത്തുള്ള എല്ലാ റിലേറ്റീവ്സുമായിട്ട് കൂടി നമ്മളൊരു ചെറിയ കേക്ക് കട്ട് ചെയ്തു. എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. ആൻഡ് അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.